വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് ഒരമ്പലം ഉണ്ട് കേട്ടോ. നമുക്ക് റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അമ്പലം ഇങ്ങനെ മലമുകളിൽ കാണാറുണ്ട്. ചെറിയ ലൈറ്റൊക്കെ ആയിട്ട് കുറച്ച് ദൂരെയാണ് അമ്പലം. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ അമ്പലം കാണുമ്പോൾ വിചാരിക്കുന്ന കാര്യമാണ് ഇപ്പോഴും പോകണമെന്ന്. ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു 3 years കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പോകാനായിട്ട് ഒരു സമയം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഒപ്പം ഹരിചേട്ടനും ജിഷി അപ്പും പാറും ഒക്കെ ഉണ്ട് കേട്ടോ. അതിരാവിലെ എണീറ്റിട്ട് ഉറക്കത്തിൻ്റെ ഹാങ് ഓവറായിരുന്നു, ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞത് അപ്പുണ്ട് പാറുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആൾ സെറ്റായത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്തേക്ക് നടക്കണം കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ സ്റ്റെപ്പ് കയറാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറിയത് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ മലയിലേക്ക് നോക്കിയപ്പോൾ പകുതി ഭാഗം വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. പകുതിയൊക്കെ മഞ്ഞ് മൂടിയിട്ട് കിടക്കായിരുന്നു. കുറച്ച് താഴത്തെ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ബാക്കിയൊക്കെ ഫുള്ള് മഞ്ഞായിട്ട് മൂടിക്കിടക്കുകയായിരുന്നു. മോർണിംഗ് ഒരു 7 o'clock ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറുമ്പോൾ. പിന്നെ ഈ എൻട്രൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വിളക്കും ഒരു ശിവൻ്റെ പ്രതിമയും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ സ്റ്റെപ്സ് കാണാനും നല്ല ഭംഗിയുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാണ്. കുറേ നാളായി ഇങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. ഇന്ന് ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഭയങ്കര സ്റ്റെപ്പുകളാണ് കേട്ടോ. കുത്തനെയുള്ള കലയെന്ന് തോന്നുന്നു. പഴനി വലിയ പ്രശ്നമില്ലാതെ പറയാം. പഴനിയേക്കാളും സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. കയറി നോക്കട്ടെ. ഇപ്പം കയറുന്ന സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ട് അത്രയ്ക്ക് വലിയ പ്രശ്നം തോന്നണില്ലേ. ഇത്തിരി നിരപ്പായിട്ടുള്ള സ്റ്റെപ്പായിട്ട് തോന്നണേ. ഇനി കുറച്ചും കൂടി കയറി എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. പഴനിയുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 650 സ്റ്റെപ്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. 650 to 700 സ്റ്റെപ്സാണ് ഉള്ളത്. എന്നാൽ ഈ ടെമ്പിളിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒരു 800 to 900 സ്റ്റെപ്സാണ് ഉള്ളത്. അപ്പോൾ അത്രയും കൂടുതലുണ്ട്. ഫസ്റ്റത്തെ ഏരിയയൊന്നും അങ്ങനെ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സായിട്ടാണ് തോന്നിയത്. പക്ഷെ അങ്ങനെ കയറി തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റെപ്സ് കയറുമ്പോൾ ഫുള്ള് കോടമഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് താഴേക്കൊന്നും വിസിബിൾ ആയിരുന്നില്ല. നല്ല രസമായിരുന്നു കോടമഞ്ഞ്. എന്നാൽ നമ്മൾ കയറുന്നത് കൊണ്ട് നമ്മുടെ ബോഡി നല്ലോണം ചൂടാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലതായിട്ട് വയർക്കണമുണ്ടായിരുന്നു കേട്ടോ. മതിയെന്ന് ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങോട്ട് കയറിയതാ. പറ്റില്ലേ കയറാനായിട്ട്. പഴനി ടെമ്പിളിലാകുമ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഒന്നും കയറി വരാൻ പറ്റാത്തവർക്ക് റോപ്പ് കാറും ട്രെയിനൊക്കെ ഉണ്ടല്ലോ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്റ്റെപ്സ് കയറി തന്നെ പോകണം കേട്ടോ. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറും തോറും മഞ്ഞിങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ബാക്കിലൊന്നും ഒന്നും കാണുന്നില്ല. എന്താ ഒക്കെ വൈറ്റ്, ഫുള്ള് മഞ്ഞാണ്. നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രസമാണ് കാണാനായിട്ട്. എങ്ങനെയുണ്ട്? വയ്യാണ്ടായിട്ട് ശരിക്കും ഇങ്ങനെ വയർത്തൊലിക്കുന്നുണ്ട്.
പക്ഷെ മഞ്ഞാണ്. നമ്മൾ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ട് എൻ്റെ മുന്നിൽ വന്നപ്പോഴാണ് അറിയാം ആൾക്കാർ. അങ്ങനെ എത്തി, ടെമ്പിളെത്തി. അപ്പം നമ്മൾ എത്തിട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ലാസ്റ്റ് എത്തി. ഈ അമ്പലം നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ രഥമൊക്കെ പണിതിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ടഫാണ് താഴത്തുനിന്ന് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത്രയും സ്റ്റെപ്സൊക്കെ അൺബിലീവബിളാണ് കേട്ടോ. നല്ല നല്ല ആംബിയൻസാണ് അമ്പലം. നമ്മൾ ഇത്ര സ്റ്റെപ്സൊക്കെ കയറി വയ്യാതെ ആയി വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് അമ്പലത്തിൽ തൊഴുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് പ്രസാദമൊക്കെ കിട്ടും കേട്ടോ, പായസവും പിന്നെ ഒരു പൊങ്കലും കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. പിന്നെ അത് ഭയങ്കര സമാധാനമാണ്. നമുക്ക് ഇങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി വയ്യാതായിട്ട് വരുമ്പോൾ നമുക്കങ്ങനെ ഒരു പ്രസാദം കിട്ടുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പം തൊഴുതിറങ്ങി ഇനി പ്രസാദം വാങ്ങിക്കാൻ പോകണം. വിശന്നിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും പതുക്കെ വെയിലൊക്കെ ഉദിച്ചു തുടങ്ങി കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയി കാണും. 8 മണി 9 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ മാറി വെയിലൊക്കെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അമൽ മുമ്പ് ഈ ടെമ്പിളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞത് വെയിലാവുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും താഴെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു 6:30ക്ക് നമ്മൾ അമ്പലത്തിൽ എത്തി നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി താഴത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഹരിച്ചേട്ടനും ജിഷയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയൊക്കെ കയറി പോകാൻ പറ്റുമെന്ന്. കാരണം അധികം കൂടി ഉള്ളതുകൊണ്ട്. പക്ഷെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ 3 പേരും നല്ല ജോളിയായിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം കയറി റെസ്റ്റ് എടുത്ത് പിന്നെയും കയറി ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് അതൊക്കെ അങ്ങനെയാണ് പോകുന്നത്. കാരണം നമുക്ക് അത്രയും ടയേർഡാവാൻ പാടില്ലല്ലോ. നമ്മളങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതാ വയലൊക്കെ വന്നപ്പോൾ കാണുന്നുണ്ട് ട്രെയിനൊക്കെ പോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഫുള്ള് കഴിഞ്ഞ് ഇറങ്ങി. പക്ഷേ കുറച്ച് കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. പഴനി കയറി സെയിം അതുപോലെയാണ് തോന്നുന്നത്. പിന്നെ ഏറ്റവും താഴെ എത്തിയിട്ട് കാണാണ്ടോ. പിന്നെ നമ്മൾ ഏറ്റവും താഴെ ഇറങ്ങിയിട്ട് അവിടെയും കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഭീമൻ്റെ കാൽപ്പാടുണ്ട് എന്നൊക്കെയാണ് പറയണത് ഈ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ കണ്ട്, പിന്നെ നവഗ്രഹങ്ങളുണ്ട്, ദേവിയുണ്ട്, പിന്നെ നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തൊഴുത് എല്ലാതും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. നല്ലൊരു അമ്പലമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറ്റുന്നവരൊക്കെ വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അമ്പലമാണ്. കാരണം നമുക്ക് പ്രകൃതിയൊക്കെ നല്ലോണം ഇങ്ങനെ കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ രാവിലത്തെ ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്. ഈ മലമുകളിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെയിലടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട്, ചൂടും ഉണ്ട്. അപ്പോൾ നേരത്തെ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ അമ്പലത്തേക്ക്. Johnny, Johnny, as Papa. Yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ കമൻസിലൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.